ഇവിടെയൊക്കെ ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പേര് പാഞ്ചാലിമേട് എന്ന് പറഞ്ഞാൽ പാഞ്ചാലി നമുക്കറിയാമല്ലോ, മഹാഭാരതത്തിലൊരു കഥാപാത്രം. പിന്നെ അതാണോ അതിൻ്റെ പേരെന്ന് നമുക്കറിയത്തില്ല. വിജോ നീ ഇതൊന്ന് നോക്കി, നെറ്റ് നോക്ക്, നെറ്റ് കാണുമോ? നെറ്റിലിങ്ങനെ നോക്കിയപ്പം പാഞ്ചാലിമേട് എന്നുള്ള പേര് വരാൻ കാരണം മഹാഭാരതത്തിലെ പാണ്ഡവരുടെ ഭാര്യയാണല്ലോ പാഞ്ചാലി. അവരോട് വന്നിരുന്നെന്ന് ഇവിടെ ഒരു പാഞ്ചാലി കുളമുണ്ട്, അവിടെ നിന്ന് കുളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള ചില കഥകൾ നെറ്റിൽ കണ്ടു. എത്രത്തോളം സത്യമാണെന്നും അറിയത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ പേര് വരാൻ കാര്യം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ മുകളോട്ട് കയറിപ്പോയി ഇവിടെ നോക്കുന്ന എല്ലാം നല്ല കാഴ്ചകളാട്ടോ, നല്ല കുന്നും അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകളും. ഈ ഞങ്ങൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ റോഡ് പോകുന്നു, അതിൻ്റെ അകത്തൂടെ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് കാണാൻ ഒരു വല്ലാത്ത രസമുണ്ട് കേട്ടോ. ചെറിയ വണ്ടി, ബസ്സൊക്കെ നമ്മളിപ്പോൾ ഓട്ടോ ബസ്സൊക്കെ ആണെങ്കിൽ ഇച്ചൂടെ ഒരു വലിയ വണ്ടിയാണ് ഇച്ചൂടെ രസമുണ്ടെന്ന് തോന്നുന്നു. വെയിൽ വന്നപ്പം ഇടയ്ക്കത്തെ മലയിൽ മാത്രം നല്ല പ്രകാശം, അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഇരുണ്ട നിഴൽ നിൽക്കുന്നുണ്ട്. അതിന് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണോ അല്ല മരത്തിൻ്റെ കളറ് അങ്ങനത്തെ വല്ലതും ആണോ എന്നറിയത്തില്ല. ഒരു സൈഡ് കുരിശ്, പിന്നെ അവിടെ അപ്പുറത്തൊരു അമ്പലമുണ്ട്. അതിൻ്റെയൊക്കെ എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. ഈ മലകയറ്റം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ, കയറണം. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചില മലകളും ഇത്തരത്തിലുള്ള പ്രദേശങ്ങളൊക്കെ കയറാനും ഒക്കെ. ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഓടിക്കയറി കേട്ടോ, ആൾക്കാർ ഓടിക്കയറി. എനിക്കത്ര ഓടാൻ വയ്യാത്ത കൊണ്ട് ഞാൻ പതുക്കെ നടക്കും. നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വലിയ ശബ്ദം ഉണ്ടാക്കിയാൽ നല്ല എക്കോ കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗിയാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 4:15 ഇന്നിപ്പോൾ മെയ് മാസം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കോടയൊന്നും അധികം കാണാനില്ല. നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ഒരു സന്ധ്യ സമയത്തോ അല്ലെ പ്രഭാതത്തിലോ ഒക്കെ വരുവാണെങ്കിൽ കോടയുടെ ഒരു പ്രത്യേകതയും കൂടെ വരുമ്പം എനിക്കൊന്ന് പൊളിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ പ്രദേശത്ത് ഇപ്പം വന്നത്. ഞങ്ങൾ ഫാമിലി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫാമിലിയായിട്ട് ഞങ്ങളിപ്പോൾ ഇച്ചിരി തിരക്കിലുമാണ്. ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് തിരുവനന്തപുരത്തിൽ പോകേണ്ടതും കൊണ്ട് തിരക്കാണ്. പക്ഷേ നിങ്ങൾ ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് വന്നത് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ, ഈ പാഞ്ചാലിമേട് നല്ലൊരു ഓപ്ഷനാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മനസ്സൊക്കെ ഒന്ന് കുളിർമയാകും തോന്നുന്നു. നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, ഈ പ്രകൃതിയിലോട്ട് ചെല്ലുമ്പോഴത്തേന് അവിടുത്തെ കാറ്റും പ്രകൃതി സാധാരണ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എല്ലാ വീഡിയോയിലും അത് പറയുന്നത്. നമുക്കിവിടെ ഒരു ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ്റെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അത് ലോങ്ങസ്റ്റ് ആണോ ഷോർട്ടസ്റ്റ് ആണോ നമുക്ക് നോക്കി കാണാം. അങ്ങോട്ട് പോവാണ്. സിപ്പ് ലൈൻ റേറ്റ് 350 രൂപയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് എൻ്റെ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ദൂരം വരെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരമുണ്ട്.